പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മറ്റൊന്നുമല്ല. ഇപ്പോൾ പലരും നാട്ടിൽ നിന്ന് ഒട്ടനവധി കോളുകൾ നമുക്ക് വരുന്നുണ്ട്. FSJ എന്താണെന്നുള്ളത്. FSJ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം ജർമ്മൻ ഭാഷയിൽ ഫ്രൈവില്ലിഗ സോഷ്യൽ ഇയർ എന്നാണ്. അതിന്റെ അർത്ഥം പറയുന്നത് വോളണ്ടറി സോഷ്യൽ ഇയർ. അപ്പം ഈ വോളണ്ടറി സോഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിപ്പുണ്ട്. ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു രാജ്യമാണ്. ഇപ്പോൾ ലോകത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം. അതുപോലെ തന്നെ ലോകത്തിലെ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ രാജ്യത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വോളണ്ടറി, അതായത് യുവാക്കളെ പട്ടാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് 17 വയസ്സ് കഴിയുമ്പോൾ പട്ടാളത്തിൽ ജോലി ചെയ്യണമായിരുന്നു. അത് വോളണ്ടറി ആയിട്ട് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ പട്ടാളത്തിൽ വരാൻ താല്പര്യമില്ല എങ്കിൽ ഇവർക്ക് ഇതുപോലെ സാമൂഹിക മേഖലയിൽ പോയി ജോലി ചെയ്യണമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ്. അതിന് 22 മാസമാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ പൗരന്മാരായിട്ടുള്ള വിദേശിയായാൽ ഇവിടെ പൗരത്വം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ പറഞ്ഞ FSJക്ക് പോയിരിക്കണമായിരുന്നു. ഒന്നിൽ പട്ടാളത്തിൽ പോകണം, അല്ലെങ്കിൽ ഈ സാമൂഹ്യ മേഖല, ഓൾഡ് ഏജ് ഹോം ആകാം, ആശുപത്രിയാകാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഇവർക്കൊക്കെ അന്ന് 300 മാർക്കായിരുന്നു. അത് പിന്നെ 300 യൂറോ ആയി. പിന്നീട് അത് ഇപ്പം പറയുന്ന പോലെ 450 യൂറോ. അതിന് ഓരോ വർഷങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ അതിനും കൂടാൻ പോവുകയാണ്. 520 യൂറോ എങ്ങാണ്ട് ഒക്ടോബറിന് ശേഷം, ഒക്ടോബർ മുതൽ കിട്ടുമെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഇങ്ങനെ ഒരു ഇതില് നേരത്തെ പറഞ്ഞതുപോലെ പട്ടാളത്തിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒത്തിരി ആളുകളുണ്ടായിരുന്നു. 17 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പട്ടാളത്തിൽ പോകാൻ നമ്മൾ നിർബന്ധിതമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ഒന്നുകിൽ പട്ടാളം അല്ലെങ്കിൽ ഇത്. അപ്പം ഈ പട്ടാളത്തിന്റെ ആ ഒരു സേവനം 2011 സർക്കാർ ഇവിടെ നിർത്തി. കാരണം ഇതിന് പോകാൻ ആൾക്കാരില്ല. അത് 22 മാസം 18 മാസമായിട്ട് മാറ്റി, 17 മാസമായിട്ട് മാറ്റി, പിന്നെ അത് 11 മാസമായിട്ട്, പിന്നെ 7 മാസമായിട്ട് മാറ്റി. ഇതെല്ലാം തന്നെ 2011 കൊണ്ട് നിർത്തി. 2011 നിർത്തി കഴിഞ്ഞപ്പോൾ പക്ഷേ മറ്റുള്ള സാമൂഹിക മേഖലയിൽ പോകാനായിട്ട് അത് നിർബന്ധമല്ല. അത് വോളണ്ടറി ആയിട്ട് നമുക്കൊരു നിർബന്ധിതമായിട്ടല്ലാതെ തന്നെ വിടാൻ, അങ്ങനെ പോകാനായിട്ട്. അപ്പൊ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞാൽ 13ാം ക്ലാസ് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതിന്റെ ഒരു കാരണം ഒന്നാമത് നമ്മൾ സ്വയമേ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. 17ാം വയസ്സിൽ 18ാം വയസ്സിൽ കാര്യങ്ങൾ പ്രായപൂർത്തിയായെങ്കിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അത് ഒന്ന് നേരെയാക്കാനും പിന്നെ നമ്മുടെ ലക്ഷ്യബോധം ഉണ്ടാക്കാനുമുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇത് യൂറോ ആയിട്ട് 300 യൂറോ എന്നുള്ളത് ഇപ്പൊ അത് മാറ്റി 450, പിന്നെ ഞാൻ പറഞ്ഞ പോലെ 520 വരുന്ന ഒരു സമയമാണ് ഇനിയും വരാൻ പോകുന്നത്. നേരത്തെ ജർമ്മനിയിലുള്ളവർക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പോകാൻ പോലും ജർമ്മനിയിൽ ആളില്ല. ജർമ്മനിയിലെ ജനന നിരക്ക് കുറഞ്ഞ ഒരു രാജ്യമാണ് ഈ അടുത്ത കാലത്തായിട്ട്. പക്ഷെ ഈ 2 കൊല്ലമായിട്ട് കൊറോണ കാലം ആയതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ടെന്ന്, ഒരു ഭൂമിക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ പൊതുവിൽ നോക്കിയാൽ ജർമ്മനിയിലെ ജനസംഖ്യ അല്ലെങ്കിൽ ജനനം കുറഞ്ഞ ഒരു രാജ്യമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ മേഖലയിൽ പോകാൻ ആളില്ല. അപ്പൊ യൂറോപ്യൻ യൂണിയനിലെ രാജ്യക്കാരെ ഇവർ നോക്കി. അവിടെയും കുറവാണെന്ന്, അല്ലെങ്കിൽ ഇതിന് വരാൻ കാരണം തുച്ഛമായിട്ടുള്ളത് തുകയുള്ളത് കൊണ്ട് ഇവരിപ്പോൾ വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലും ഇത് വന്ന്, അല്ലെ ഇന്ത്യയിലും ഇത് വന്ന് ഒരു താല്പര്യമായത്. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ നിന്ന് ഇപ്പം കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാം, ഭാഷ പഠിക്കാം, പിന്നെ ഒത്തിരി കാര്യങ്ങളിലേക്ക്, അല്ലെ നമ്മുടെ ജീവിതം തന്നെ ഇവിടെ മെച്ചപ്പെടുത്തി ഇവിടെ തന്നെ സെറ്റിൽ ആകാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങളും ഇത് കേട്ടറിഞ്ഞു വന്ന ഒരു 4 പേരാണ്. അപ്പൊ അതിന്റെ ആദ്യമായിട്ട് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ക്രിസ്റ്റീന ജോസഫ്, ജോസ്വിൻ ജോസഫ്, ക്രിസ്റ്റ ടെസ് ജോൺ, മേഘ ജോർജ്. ഈ 4 പേരെയും ഈ മുഖാമുഖം പരിപാടിയിലേക്ക് ഫ്രൈവില്ലിഗ സോഷ്യൽ ഇയർ എന്ന വിഷയത്തെപ്പറ്റി പറയാനായിട്ട് ആധികാരികമായിട്ട് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ഇനി ആദ്യം ആരാണ് ഇതിലേക്ക് വരുന്നത്? ക്രിസ്റ്റയാണോ? ഞാനായിരുന്നു ഇവിടെ ആദ്യം എത്തിയത്. അപ്പം ആദ്യം എത്തിയ ഒരാളെന്ന നിലയിൽ ഇത് FSJ എന്നുള്ള ആ ഒരു ജർമ്മനാണ് FSJ എന്ന് പറഞ്ഞാൽ FSJ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് കേട്ടതെന്നും ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞതും പിന്നെ അതിനൊരു താല്പര്യം ഉണ്ടായതും അതിനെ സഹായിച്ചതും
അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എന്റെ കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവര് പറഞ്ഞിട്ടാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയതും അവരുടെ ഒരു ഇതാണ്. അവര് പറഞ്ഞിട്ടാണ് ഞാൻ മൊത്തത്തിൽ ഇതിനെപ്പറ്റി അറിഞ്ഞത്. പിന്നെ FSCOട്ടിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ലാംഗ്വേജ് പഠിക്കുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. P1 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് FSC എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അങ്ങനെ പോകുന്ന അത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞത്. അപ്പം ഞങ്ങളിത് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മെയിൽ കിട്ടി, അതിൽ അപ്ലൈ ചെയ്തു. ആദ്യം ഒരു ഹോസ്പിറ്റൽ അപ്ലൈ ചെയ്തു, അവിടെ ഒരു അബ്രോഡ് എന്നുള്ളവർ എടുക്കുന്നില്ലെന്നോ അങ്ങനെ റിജക്ട് ചെയ്തു. രണ്ടാമത്തെ ഈ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഇവിടെ ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂ കഴിഞ്ഞ് പിന്നെ കോൺട്രാക്ടിനെ അവർ DRK ആയിട്ട് കോൺടാക്ട് ചെയ്ത് പിന്നെ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരുന്നു മൊത്തം. അപ്പൊ നമുക്ക് എത്ര നാളെടുത്തു ഇങ്ങോട്ടൊന്ന് വരാൻ? ഒരു 4 മാസത്തെ ആയിരുന്നു. 4 മാസം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയേഴ്സ് ആയിരുന്നു. ഇന്റർവ്യൂ നടത്തിയ DRK ഡോയ്ച്ചെ റോട്ടസ് ക്രോയ്സ്? അല്ലല്ല, DRK അല്ല. ഈ ഹോസ്പിറ്റലിലുള്ള FSCയുടെ തന്നെ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. പുള്ളി ഇന്റർവ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പുള്ളി ചെയ്തു. അത് കഴിഞ്ഞുള്ള അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ DRKയിലെ ഓരോ അതുപോലെയുള്ള ലൈറ്റേഴ്സ് ഞങ്ങൾ 4 പേരെയും നാല് പേരായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു മെയിൽ വഴി. പിന്നെ അവരാണ് ഞങ്ങൾക്ക് കോൺട്രാക്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ആദ്യം ആശുപത്രിയായിട്ട് ബന്ധപ്പെടണം നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലേ? അപ്പൊ ഈ കോൺട്രാക്ട് ആദ്യം ആശുപത്രിക്കാർ തരും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പൊ DRK ആയിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ലേ? അല്ല, നമ്മളിപ്പം ഹോസ്പിറ്റലുകാർ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലുകാർ കൊടുക്കും. ഹോസ്പിറ്റലുകാർ അത് DRKക്ക് അയക്കും. പിന്നെ DRK അത് ഹോസ്പിറ്റലുകാർക്ക് അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി അയച്ചിട്ട് അത് ഞങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് അയച്ചായിരുന്നു. പിന്നെ DRK തന്നെയാണ് അതിന്റെ ഹാർഡ് കോപ്പി ഞങ്ങൾക്ക് പോസ്റ്റ് ആയിട്ട് വീട്ടിലേക്ക് അയച്ചായിരുന്നു. അപ്പം വിസ കൊടുക്കാനുള്ള പേപ്പർ ആരാ തരുന്നത്? DRK ആണ് നമുക്ക് അയച്ചിരുന്നത്. കോൺട്രാക്ട് നമുക്ക് വീട്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് എത്ര നാളത്തെ കോൺട്രാക്ട് ബേസാ? കോൺട്രാക്ട് 1 ഇയർ ആണ്. 6 മാസം മുതൽ 18 മാസം വരെ നമുക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് 1 വർഷത്തെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഇതിന് പ്രായം 17 മുതൽ 27 വയസ്സ് വരെയാണ് ഇവർ പ്രായം വെച്ചിരിക്കുന്നത്. അപ്പം 17 കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നാട്ടിലിരുന്നു കൊണ്ട് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്കിതിന് ഇതിലേക്ക് വരാൻ പറ്റും, അല്ലേ? ഇല്ലെങ്കിലും ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഇത് കിട്ടും, ഫോംസ് കിട്ടും. അതെ അതെ. അല്ല, നമുക്കൊരു എളുപ്പമാർഗത്തിന് ഇപ്പം ഇപ്പൊ ഈ ഒരു വഴി അല്ലാതെ തന്നെ ഇപ്പം സ്വയമായിട്ട് ആരെങ്കിലും ഇതിങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് FSC എന്നുള്ളത് നമ്മൾ ID വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കയറി വരുന്ന ഓരോ ആശുപത്രി ആയാലും അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അവിടെ നമ്മൾ വിളിച്ച് അല്ലെ മെയിൽ എഴുതി കഴിയുമ്പോൾ അവര് മുമ്പ് ഒരു ആശുപത്രി നോ പറഞ്ഞത് മറ്റൊരാൾ യാ പറയും അല്ലെ യേസ് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് ആരുടെയും സഹായം കൂടാതെ തന്നെ നമുക്ക് വരാനുള്ള ഒരു വഴിയുണ്ട്, അല്ലേ? അതുപോലെ ഭാഷ എത്ര വരെ പഠിക്കണം? B2 വരെ പഠിക്കണം. B2 നമ്മൾ B1 ആയാലും ഇവർ സമ്മതിക്കുമോ? സമ്മതിക്കും. A2 വെച്ച് വരുന്നവരുണ്ട്, B1 വെച്ച് വരുന്നവരുണ്ട്, B2 വെച്ച് വരുന്നവരുണ്ട്. പക്ഷെ B2 വെച്ച് വന്നാലേ നമുക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. B1 ഒക്കെ വെച്ച് വരുന്ന കുറച്ച് ടാസ്കാണ്. കാരണം അവര് പറയുന്ന നമ്മൾ ചോദിക്കണമല്ലോ കാര്യങ്ങൾ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇതുപോലെ അല്ലല്ലേ. അപ്പൊ ഈ A1കാരുടെ കാര്യം ഒന്ന് ആലോചിച്ചാലോ? ഇപ്പൊ ഒന്നും നടക്കില്ല. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ B2 നാട്ടിൽ തന്നെ പാസ്സായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സംസാരിച്ച് പിന്നെ അത് ബെസറാക്കി കൊണ്ടുവരാം. B1 സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ വേണം നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ വിസ പ്രോസസിങ് എല്ലാം തന്നെ ഈ പറഞ്ഞ രീതിക്കാണ്. അത് നമ്മൾ ഇവിടെ നിന്നുള്ള ഓഫർ ലെറ്ററും അതുപോലെ കോൺട്രാക്റ്റും കിട്ടി. പിന്നെ നമ്മൾ അതിന്റെ ചെക്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട്, ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഒരു ഇത് കാണുമല്ലോ, ഒരു കുറെ കാര്യങ്ങൾ കാണുമല്ലോ. അപ്പൊ അതെല്ലാം നോക്കിക്കണ്ട് നമ്മൾ കോൺസുലേറ്റിൽ അല്ലെ VFS മുഖേനാണോ കോൺസുലേറ്റിലാണോ? VFS വഴിയാണ്. അപ്പം എങ്ങനെ പോയാലും ഒരു 3 മാസം കൊണ്ട് നമുക്ക് വരാൻ പറ്റുമോ?
3-4 മാസം. അത് ഈ കോൺട്രാക്ട് ലാഗ് വന്ന പോലെയാണ്. പിന്നെ ഞങ്ങൾ വരാനുള്ള പിന്നെ ഞങ്ങൾ വിസ കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ഇതായിരുന്നു. ഓക്കെ ഓക്കെ. അതിപ്പം കോൺസുലേറ്റിൽ അണ്ടർ സ്റ്റാഫ് ആണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരും, അത് എനിക്കറിയാം. റെഡി ആകണം, എങ്കിൽ മാത്രമേ നമുക്ക് വിസ സപ്പോർട്ട് കിട്ടുള്ളൂ. നമ്മൾ ആശുപത്രിക്കാരെ അക്കോമഡേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ടോ? മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ആശുപത്രികളും അങ്ങനെയൊന്നും നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് മാത്രം ചൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുപോലെ DRKക്കാരും അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഇല്ല. ഇവരാരും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഇതാണ് മെയിൻ ആയിട്ട് ഏജൻസിക്കാർ ചെയ്യുന്ന കാര്യം. ഈ അക്കോമഡേഷൻ ഉണ്ടാക്കി കൊടുക്കാണ് അവരുടെ പരിപാടി. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും മതിയാവും. അപ്പൊ ഈ അക്കോമഡേഷൻ ഇപ്പം ഏജൻസി അക്കോമഡേഷൻ ബേസ് ചെയ്ത് അവർ ഒത്തിരി പൈസ കസീറൻ ഒത്തിരി മേടിക്കുമായിരിക്കുമല്ലോ അല്ലേ? പൊതുവെ ഏജൻസി കുറെ വാങ്ങുന്നുണ്ടല്ലോ. എബവ് 2 lakhs ആയിരിക്കും. ഇങ്ങനെ അപ്പൊ നമ്മളോട് ഇങ്ങനെ തന്നെ പറഞ്ഞത്. പിന്നെ എങ്ങനെ എത്തി ഇവിടെ? നിങ്ങളെ ഏജൻസി മുഖേനയാണോ അതോ അല്ലാതെയാണോ? അല്ല, ഏജൻസി അല്ല. അല്ല. അപ്പൊ അത്രയും പൈസ വീട്ടുകാർക്ക് ലാഭം. അതെ. അപ്പം നമുക്ക് മാനസികമായിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഇപ്പം FSJ ചെയ്യുമ്പോൾ നമ്മൾ ആശുപത്രി വഴിക്കാണ് അല്ലെ ഓൾഡ് ഏജ് ഹോമിലാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അവബോധം നമുക്ക് കിട്ടിയിരുന്നോ? അതായത് മുമ്പേ വന്നവരുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ സീനിയേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് തരുമെന്നൊക്കെ. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡോടെ തന്നെ ഇങ്ങോട്ട് വന്നോട് നമുക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല, പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ നമ്മള് ഇനി ചെയ്യാൻ പോകുന്ന ഹൗസ് ബിൽഡിംഗ് ആണല്ലോ, അപ്പൊ അതിന് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ FSO എന്ന് പറഞ്ഞ അതെ അതെ, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ നമ്മൾ മൈൻഡ് ഇത് മനസ്സൊന്നു പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതേ തരത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ് ഇതിന്റെ ഒരു റെമ്യൂണറേഷൻ? 450 യൂറോ. പിന്നെ അതിൽ 25 യൂറോ നമ്മുടെ റെന്റ് പോകും. അത് ഇവിടെ ഉള്ളതാണല്ലോ. രണ്ടുപേരും ഒരു റൂമില്ല. അപ്പൊ 150 ആണ്. രണ്ടുപേരും ടൈലൻഡ് ചെയ്ത് 75 വെച്ച്. എന്നാലും നമുക്ക് ജീവിക്കാനുള്ളത് ഈ 375 കൊണ്ട് നമുക്ക് ജീവിക്കാനുള്ളതുണ്ട്. ജീവിക്കാനുള്ളതുണ്ട്. പിന്നെ വീട്ടിലേക്ക് അയക്കാനില്ലായിരിക്കും. അല്ല, നമ്മളിപ്പം വീട്ടുകാരെ നമ്മൾ അങ്ങോട്ട് വന്ന് നിൽക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് ഒക്കും. അതും കൂടെ ചിന്തിക്കണ്ടേ? നിങ്ങളുടെ സ്റ്റൈഫിന് നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അപ്പം അതുകൊണ്ട് അല്ല, അത് പറയണം. പ്രത്യേകിച്ച് ഈ ഏജന്റുമാരെല്ലാം പറയുന്നത് തന്നെ, നിങ്ങൾ FSJ വഴി വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇവിടെ പിടിച്ച്, അതായത് നിങ്ങൾക്ക് അരിഷ്ടിച്ച് വെച്ചിട്ട് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പരസ്യം കണ്ടു. അതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു കാരണവശാലും നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പം 75 യൂറോ ഉള്ളൂ ബോണിങ്ങിന്. ബാക്കി കുറെ പേർക്ക് എത്ര 250 യൂറോ ഒക്കെയാ ബോണിങ്ങിന് പറഞ്ഞത്. ഞങ്ങൾക്കെന്തോ ലെക്കിന് എല്ലാം ഇത് അതിപ്പം കൊളോൺ, അത് വലിയ മെട്രോ സിറ്റിയാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ മുറി എന്ന് പറഞ്ഞാൽ ഒരു 5 കോട്ടാൻ ബെഡുള്ള ഒരു മുറി പോലും കിട്ടത്തില്ല 75. അപ്പൊ പിന്നെ നമുക്ക് അത് ആലോചിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ 450 അല്ലാതെ കൂടുതൽ കൊടുത്താൽ പോലും കിട്ടുകയില്ലാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. അപ്പം ഒരിക്കലും നമുക്ക് ഈ ഒരു കിട്ടുന്ന തുക കൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തട്ടുകേടില്ലാതെ ജീവിച്ചു പോകാം എന്നുള്ളതാണ്. അതെ. പിന്നീട് ഇപ്പം അടുത്ത ഒക്ടോബർ തൊട്ട് 450 520 ആകും. എന്നാലും അതിനകത്ത് ഒരു 70 യൂറോയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. എന്നാലും നമുക്ക് സ്പാറൻ ചെയ്യാൻ അല്ലെ സേവ് ചെയ്യാനുള്ള സാഹചര്യം കുറവായിരിക്കും. നിങ്ങൾക്കെല്ലാം ഒരു വർഷത്തെ ഫെഡറയല്ലേ കിട്ടിയിരിക്കുന്നത്? അത് ഒരു വർഷമാണ്. ഇനി 6 മാസത്തെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി അവർക്ക് ടെസ്റ്റ് ഒക്കെ നടത്തി പാസ്സായാൽ നമുക്ക് ഇനി അടുത്ത ഹൗസ് ബിൽഡിംഗിലേക്ക് ഡയറക്റ്റ് വരാൻ ഏപ്രിലേക്ക് കയറ്റും. ഹൗസ് ബിൽഡിംഗിന് ഏതാണ് തെരഞ്ഞെടുക്കുന്നത്? നഴ്സിംഗ് തന്നെയാണോ? അപ്പം ഇപ്പൊ തന്നെ സ്കൂളുകൾ, നഴ്സിംഗ് സ്കൂള്, അതായത് ക്രാങ്ങമ്പള്ളി സ്കൂളെ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ അവിടെയും നമുക്ക് ദൂരെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഓണുങ്ങ് തന്നെ നമുക്ക് പിടിച്ചു നിർത്താം. ഇനി അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സേവ് ചെയ്യാം, വീട്ടുകാർക്ക് കൊടുക്കാം. പക്ഷെ അപ്പത്തേനും റെന്റ് കുറച്ചും കൂടി കൂടുന്ന പറഞ്ഞ. അല്ല, കൂടിക്കോട്ടെ. എന്നാലും 1192 അല്ലെ 90 യൂറോ ആദ്യത്തെ ബിഗിൻ ഇത് ഫസ്റ്റ് ഇയർ കിട്ടുമല്ലോ. കിട്ടുമ്പോൾ നമുക്കൊരു 840 അല്ലെ 860 യൂറോ നമുക്ക് തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും. എന്നാലും വീട്ടുകാരെയും അല്പം നമുക്ക് സാവകാശം ഒന്ന് താങ്ങി നിർത്താനുള്ള ഒരു
അവസരം ഇതിലൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങള് ഈ നഴ്സിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചു, അല്ലെ നഴ്സിംഗ് മേഖലയ്ക്ക് പഠിത്തത്തിന് എത്ര സഹായം ഈ ഒരു ജോലി കൊണ്ട്, ഈ ഒരു പ്രവൃത്തി കൊണ്ട്, ജോലിയല്ല ഈ ഒരു സേവനം കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട്? അതെങ്ങനെയാ ഒന്ന് വിലയിരുത്തുക? ഞാൻ മാത്രമേ ഇവിടുന്ന് പോയി അത് മതി. ഞാന് പോയി കഴിഞ്ഞപ്പോ ആദ്യം നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മള് നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യാം. അപ്പൊ അവരാണെങ്കിൽ നല്ല 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 ആൾക്കാർ, നല്ല സ്വഭാവമാണ്. അതായത് അവർക്കറിയാം നമുക്ക് ഇതിന്റെ ഒരു കുറവുണ്ട്, അറിയില്ല, ലാംഗ്വേജിന്റെ ആണെങ്കിലും എക്സ്പീരിയൻസും ഇല്ല അതിന്റെ. അപ്പൊ അവര് നമുക്ക് എല്ലാം അടുത്ത് നിർത്തി പറഞ്ഞു തരും. പിന്നെ ചെയ്യണത് ഇപ്പം BP നോക്കുക, പിന്നെ പൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഷുഗർ, അങ്ങനത്തെ ഓരോന്ന് അതൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ ഈ ഒരാഴ്ചയായിട്ട്. എന്നെക്കൊണ്ട് ചിലപ്പം ഒരു പ്രാക്ടീസ് അനലൈറ്റർ ആണ് നമുക്കുള്ളതല്ലേ? അത് ഇംഗ്ലീഷിൽ പറഞ്ഞ മെന്റോർ. അപ്പൊ അങ്ങനെ ഒരാള് നമ്മളെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ അവരുടെ കീഴിൽ അവര് നമ്മളെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെ ഇൻസ്ട്രക്ട് ചെയ്ത് ഇന്നതുപോലെ ചെയ്ത്, അല്ലെ തെറ്റാണെങ്കിൽ അത് ഇന്നതുപോലാണ് ചെയ്യണം എന്ന് കാണിച്ച് നമ്മളെ കംപ്ലീറ്റ് ഈ ഒരു വർഷം നമ്മളെ അങ്ങ് ലീഡ് ചെയ്യുക. ഈ ഒരു വർഷം ഉണ്ടാവില്ല, ഒരു മാസത്തേക്കുണ്ടോ. പിന്നെ നമ്മളത് ഒറ്റയ്ക്ക് അപ്പത്തേക്കും നമ്മൾ സംഭവം പഠിച്ചെടുക്കൂലോ. അല്ല, ഇതിന് അവസാനം ഒരു റിപ്പോർട്ട് നമുക്ക് അവരുടെ റിപ്പോർട്ട് കൊടുക്കണ്ടേ? നമ്മൾ ഇതിന് അഗ്നറ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഈ ഒരു വർഷം അല്ലെ 6 മാസം എന്ന് ഞാൻ പറയും. കാരണം അവരുടെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആദ്യം നമ്മളോട് ചോദിച്ചിട്ട് അവരോട് ചോദിക്കും ഇതെന്റെ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലായിടത്തും ഏകദേശം ഒരുപോലൊക്കെ ആയിരിക്കും ഇതിന്റെ നിയമങ്ങളൊക്കെ. അപ്പൊ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒന്നുമല്ലാത്ത ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ കാര്യം ഇപ്പൊ ബ്ലഡ് ഷുഗർ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തുള്ള റേറ്റ് പറയുന്നതല്ലേ നമുക്ക് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് തന്നെ അവിടെ മിസ്ലീഡിങ് അല്ലേ? അപ്പം ഈ വക ചെയ്യുന്ന കാര്യങ്ങള് ഉത്തമ ബോധ്യത്തോടെ ചെയ്ത് നമ്മൾ പഠിച്ചെടുക്കുക. അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളാണ് നഴ്സിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിയറി ആയിട്ടും പ്രാക്ടീസ് ആയിട്ടും പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം ചെയ്യുമ്പോൾ ഏകദേശം നഴ്സിംഗിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ വല്ലതും മെഡിക്കൽ ടേംസ് കുറെ കിട്ടും, കുറെ മെഡിസിൻസിന്റെ പേര് കുറെ കിട്ടും. അപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ തിയറി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തും ഇതൊക്കെ തന്നെയാണോ നമ്മൾ പഠിക്കുന്നത്? നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞിട്ട് വന്നവരാണോ? നേരെ +2 കഴിഞ്ഞിട്ട് ഭാഷ പഠിച്ച് നേരെ പോരുവായിരുന്നു. ഭാഷ എവിടെയാണ് പഠിച്ചത്? അസീസില്. പരീക്ഷ എഴുതാൻ പോയത് കേരളത്തിന് പുറത്തായിരുന്നു. അപ്പൊ ഒറ്റ എഴുത്തിന് തന്നെ കിട്ടിയോ എല്ലാം? അസീസി എനിക്ക് പരിചയമുള്ളതാണ്. ഞാൻ പലരോടും എന്നെ വിളിക്കുന്നവരൊക്കെ അവിടുത്തെ സജസ്റ്റ് ചെയ്യാറുണ്ട്, അച്ഛനായിട്ട് നമ്പർ കൊടുക്കാറുണ്ട്, അച്ഛനെ ഷെയർ ചെയ്യാറുണ്ട്. നമുക്കറിയാവുന്ന ഒരു സ്ഥാപനമാണ്, നന്നായിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരത്ത് പഠിച്ചവരാരും ഇല്ല ദ്വൈതയിൽ? ഓക്കെ. പിന്നീട് ഈ പരീക്ഷ എളുപ്പമായിരുന്നു? നമ്മൾ B1 പഠിച്ച നമ്മൾ മറ്റേ A1 A2 പറയണ്ട, B1 പരീക്ഷ എഴുതാൻ വന്നപ്പോ ഒരു പേടി ഭയവും, അല്ലെങ്കിൽ ജയിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ ആയിത്തീരുമെന്നുള്ള ഒരു ഭയം ഇല്ലായിരുന്നോ? സ്വാഭാവികം ഉണ്ടായിരുന്നു. B2 ആയപ്പോഴത്തേക്കോ? കൂടുതലായിരുന്നു. അപ്പൊ ഇത്രയും B2 ലെവൽ പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഈ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടത്? ഞങ്ങൾ B1 കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ അപ്ലൈ ചെയ്തായിരുന്നു. B1 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾ തുടങ്ങിയായിരുന്നു. അത് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും B2 കഴിഞ്ഞായിരുന്നു. B2 കഴിഞ്ഞാൽ ഓക്കെ. അപ്പം B2 ഇവിടെ വന്നിട്ടാണ് പിന്നെ അവരെ കാണിച്ചത് ഞങ്ങൾക്ക് B2 കിട്ടിയെന്നുള്ളത്? ഇല്ല, അവർ B1 മാത്രമേ ചോദിച്ചുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ലാംഗ്വേജ് കോഴ്സ് ഉണ്ട്. അത് മിനിമം B2 വേണോ എന്നുള്ള ഒരു നിർബന്ധമുണ്ട്? ഇല്ല, ഇപ്പൊ ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഒരു B1 ലെവലാണ് ഇപ്പൊ അവര് നിലവിൽ വെച്ചേക്കണേ. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു എക്സാം ഇട്ടിട്ട് അതനുസരിച്ചാണ് ഇനി ഞങ്ങളെ ബാക്കി പഠിപ്പിക്കാൻ. ഓക്കെ. അപ്പൊ ഈ A1 ഒക്കെ അല്ലെ A2 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നവർ വന്നു കഴിയുമ്പോ അവർക്ക് ഇതൊന്നും മനസ്സിലാകാതെ വരുമ്പോ ഭയങ്കര സ്ട്രഗ്ലിംഗ് അല്ലേ? നമ്മുടെ ക്ലാസ് വരെ ജർമ്മനിലാണ്. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ ഇവർക്ക്. അപ്പൊ ഫുൾ ജർമ്മനിൽ തന്നെയാ ക്ലാസ് എടുക്കുന്നത്. മലയാളത്തിൽ ക്ലാസ് എടുത്തിട്ട് മനസ്സിലാവാത്തവര് ജർമ്മനിൽ ക്ലാസ് എടുക്കുമ്പോ അത്യാവശ്യം. അല്ല, നിങ്ങൾ തമ്മിൽ കൂടുമ്പോഴും മലയാളം പറയുമോ ജർമ്മൻ പറയുമോ? ഞങ്ങള് രണ്ടും
അല്ല, കഴിവതും അത് ജർമ്മനി തന്നെ പറഞ്ഞ ഇപ്പം തെറ്റാണെങ്കിൽ പോലും അത് പറഞ്ഞ് പഠിക്കുന്നതായിരിക്കും നമുക്കൊരു ശീലം. കാരണം ഇവരെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ജർമ്മനിലേക്ക് പോകും, ഇല്ലേ? മലയാളം പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഇപ്പം നിങ്ങളൊരു അൻഫൈങ്ങർ ആയതുകൊണ്ട് എന്റെ നോട്ടത്തിൽ നിങ്ങൾ ജർമ്മൻ തന്നെ പറയുക തന്നെ അല്ല, കേൾക്കണം, വായിക്കണം, അതുപോലെ തന്നെ എഴുതണം. ഈ 3-4 മൊഡ്യൂളും കൊണ്ടേ നമുക്ക് ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. ഭാഷ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. ഭാഷയുടെ കുറവാണ് ഇവിടെ നമ്മുടെ മലയാളികൾക്കൊക്കെ തന്നെ. ഈ നഴ്സുമാരായിട്ട് വരുന്നവരും D2 ഒക്കെ പാസ്സായിട്ട് വരുന്നവരാണ്. പക്ഷെ ആശുപത്രിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഹെമ്മിങ് ഇല്ലാതെ, അതായത് നമുക്കൊരു മടി കൂടാതെ, നാണം കൂടാതെ പറയാനുള്ള ഒരു സ്റ്റാൻഡ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു അവസരത്തിൽ എടുക്കേണ്ടതാണ്, കിട്ടണം അത്. ഇപ്പൊ FSJ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഈ അടുത്ത കാലത്താണ് അത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്, അതിനകത്ത് ഒത്തിരി തട്ടിപ്പിൽപ്പെടുന്നുണ്ട്. അല്ലാതെ വരുന്നവരൊക്കെ തന്നെ ഏകദേശം കേട്ടതൊക്കെ B1ഉം B2 ഉള്ളവരാണ്. അവർക്ക് പോലും ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടില്ല, എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്ന് പുതിയ ഭാഷയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും. പക്ഷെ അത് നിങ്ങൾ തീരെ ചെറുപ്പമല്ലേ, നിങ്ങൾ എല്ലാം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ഒരു പ്രായമായതുകൊണ്ട് നമുക്കത് നേരെയെടുക്കാം. ഇനിയിപ്പം ഇപ്പൊ 2 ആഴ്ച ജോലി ചെയ്തെന്നല്ലേ പറഞ്ഞേ? ഒരാഴ്ച. അപ്പൊ ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എക്സ്പീരിയൻസ് അതായത് ആളുകൾ നമ്മളോട് ഇടപെട്ടത് ഈ നമ്മുടെ ലൈറ്റും അല്ല പത്സ്യന്റ് നമ്മളോട് ഇടപെട്ട ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ്? പിന്നെ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്താണ്? അതെല്ലാം കൂടെ ചെന്നപ്പോ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു, സത്യം പറയാം. ഒന്നാമത് ഇവരൊന്നും ഇല്ലായിരുന്നു, അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ ലൈറ്റർ പറയുന്നത് എനിക്ക് പിന്നെയും മനസ്സിലാവായിരുന്നു. ഞാൻ കാർഡിയോറാ ചെയ്യുന്നത്, കാർഡിയോളജിന്റെ. അപ്പം അവിടെ ചെല്ലുമ്പോ ആദ്യം എനിക്കൊന്നും കത്തുന്നില്ലായിരുന്നു. പിന്നെ ഓക്കെ ആയി. പിന്നെ ഒരു നേഴ്സിനോട് പറഞ്ഞു എന്റെ അസിസ്റ്റ് ചെയ്ത് എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി. ആദ്യത്തെ ദിവസമൊക്കെ ജസ്റ്റ് അവരുടെ കൂടെ നിൽക്കുവാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, കാഴ്ചക്കാരായിരുന്നു. എല്ലാം കണ്ടവരെന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ 2 ദിവസം. പിന്നെ 2ാമത്തെ ദിവസമായപ്പം ഈ കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ള അമ്മച്ചിമാരോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമ്മള് അടുത്തിരുന്ന് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ടിങ് ആണല്ലോ. അങ്ങനെ 2-3 ദിവസം അങ്ങനെയായിരുന്നു. അപ്പൊ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഒരു ഡയലക്ട് ഉണ്ടെന്നാ പറഞ്ഞത് സംസാരിക്കുന്നത്. ഇതുവരെ എന്നോട് ആരും എനിക്കങ്ങനെ മനസ്സിലായില്ല. ആ ഒരു സ്ലാങ് എന്നോട് സംസാരിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചു വന്ന ആ സ്ലാങ് തന്നെ ഇതുവരെ ഞാൻ കണ്ട പേഷ്യൻസ് ഒക്കെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അതില് പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നല്ലൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാല്, ഞാൻ ഒരു വയസ്സായ ഒരു അമ്മച്ചി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ തൊട്ട് ഞാൻ ആ പുള്ളിക്കാരത്തിനെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അമ്മച്ചി ഫുഡ് കൊടുക്കുക, അങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ സഹായിച്ചായിരുന്നു. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞു, ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ നമുക്കൊന്ന് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയോ? നമ്മളിപ്പോ വേറൊരാൾക്ക് അതെങ്ങനെയായിരുന്നു? അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിയില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല സാധാരണ. അപ്പൊ ചിലര് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മള് വീട്ടിലാണെങ്കിൽ ഇപ്പം പിള്ളേർക്കല്ല, നമ്മുടെ പ്രായമാർക്കോ അല്ല ആരെങ്കിലും ഇച്ചിരി ഭക്ഷണം ഒന്ന് കൊടുക്കാൻ പറയുമ്പോൾ ഇത് ഞാൻ കൊടുക്കണോ എന്നുള്ളൊരു ഇങ്ങനെ നിർണ്ണയിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളൊരു 3ാമത്തെ ഒരാളല്ലേ. അപ്പം അങ്ങനെ ഒരാളുള്ളപ്പം നമുക്കത് നോ പ്രോബ്ലം ആയിട്ട് തന്നെ ഹെമോങ്ങിൽ സംഗതി റെഡിയായി. അല്ലല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ആ പുള്ളിക്കാരനെ നല്ലോണം കെയർ ചെയ്തായിരുന്നു. അങ്ങനെ 2ാമത്തെ ദിവസം ആയി. 3ാമത്തെ ദിവസം ഞാൻ പുള്ളിക്കാരത്തിന്റെ കയറി വരുമ്പോ ഭയങ്കര ഹോം മൈൻഡ് ഷാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീൽ ആയി. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പം ശരിക്കും നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സർവീസ് ആണെന്ന് നമുക്ക് തോന്നി. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. എന്റെ അടുത്തിരുന്ന ബെഡിലിരുന്ന പുള്ളിക്കാരത്തിൽ തന്നെ പരിചയം, എന്റെ ഫ്രണ്ടാണ് എന്നെ കെയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പുതിയൊരാൾ വന്നായിരുന്നു. അപ്പൊ ഭയങ്കര അനുഭവമായിരുന്നു. അപ്പം ഇത് നമുക്ക് എപ്പോഴും ആ ഒരു അനുഭവം കിട്ടണമെന്നില്ല. എങ്കിലും ഇപ്പൊ നമ്മള് തന്നെത്താനൊക്കെ ഈ ജോലി ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ പോലും നമ്മുടെ ഒരു സർവീസ് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്ന് തന്നെ നമ്മളിപ്പം തന്നെ കരുതി കഴിയുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. കാരണം നമ്മൾ പുതിയൊരു രാജ്യത്ത് വന്നു, പുതിയൊരു മേഖല വന്നു, പുതിയൊരു ഭാഷ പഠിക്കുന്നു, പുതിയൊരു തൊഴിലേക്ക് വരുന്നു. അപ്പൊ ഇതെല്ലാം ഇതിനകത്ത്
ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതിയിലാണ് നമ്മൾ നിൽക്കേണ്ടതും. അത് എൻവിക്ലം ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ത്രയാറിയ കഴിയുമ്പോൾ ഒരു എക്സാമിനിയറുടെ ഫാഹ് ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. പണ്ട് ക്രാങ്ങം ഫ്ലീഗറിൻ അല്ലെ ക്രാങ്ങം ഫ്ലീഗർ, ഏത് മെയില് ഫീമെയിൽ എന്നുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല, എക്സാമിനിയറുടെ ഫാഹ് ക്രാഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 2020 മുതൽ പേര് പോലും മാറ്റിക്കളഞ്ഞു. അപ്പൊ നമ്മൾ ഇതെല്ലാം തന്നെ അടി തട പിടി വെടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തടഞ്ഞു നിർത്തും. അതിനുള്ള ഒരാളായിട്ടാണ് നമ്മളെ ത്രയാറിയെ നമ്മൾ ഇവരിറക്കി വിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം തുടക്കത്തിൽ എല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ജോസ്വിൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പുതിയ ഒരു രാജ്യത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പം അതായത് ഫ്രാങ്ക്ഫർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം, അല്ലെ നമുക്ക് എന്താണ് മനസ്സിലൂടെ ഒന്ന് ഓടിപ്പോയത്? അപ്പോ ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. നമ്മൾ കണ്ണൂര് കുറച്ച് റിമോട്ട് ആയിട്ടുള്ള വില്ലേജാണ്. അപ്പൊ എനിക്കിവിടെ വന്നപ്പോ ആദ്യമായിട്ട് തോന്നിയത് എൻ്റയർലി ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ നാട് പോലെ ഒന്നല്ല, വാസ്ലി ഹില്ലി ഏരിയാസ് ഒന്നല്ല, ഒരു പ്ലെയിൻ ഏരിയാസ് ആണ്. നല്ല വെയിലുണ്ട്, നമുക്ക് വിചാരിക്കുന്ന നല്ല വെയിലുണ്ട്. ഞാൻ വന്നപ്പോ കണ്ട് സെറ്ററും കോപ്പൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോ നല്ല വെയില്, സെറ്റർ മാത്രമേ അപ്പൊ ആകെപ്പാടെ അങ്ങനെ അവസ്ഥ വരാൻ പോകുന്നേ ഉള്ളൂ, വടിവെട്ടാൻ പോയിരിക്കുന്നേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം കുഴപ്പമില്ല, നമുക്കൊക്കെ കോപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ കേരള ആൾക്കാർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. തണുപ്പും ചൂടും എല്ലാം തന്നെ ഉണ്ട്. പിന്നെ എല്ലാ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മളെ കാണുമ്പോൾ എല്ലാം നല്ല ജസ്റ്ററോടെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. ഇവരെല്ലാരും തന്നെ നമ്മൾ ചിരിച്ച മുഖത്തോടെ അല്ലേ കാണുന്നത്. ഇപ്പൊ പോകുമ്പോ നമ്മുടെ ആളാണ് മൈൻഡ് ആക്കൂല. ഇവിടെ പോകുമ്പോ എന്തായാലും ഹലോ ഹായ് എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ പോകും പാസ് ചെയ്യുമ്പോ. നമ്മള് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇതിൽ വരും ഗുട്ടൻ മോർഗൻ അല്ലെ, ഗുട്ടൻ ചാഗ് അല്ലെ, ഗുട്ടൻ ആവൽ. ആ ഒരു വാക്ക് തന്നെ നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അത് ഉരുവിടാൻ തുടങ്ങിയില്ലേ? ഇല്ല, നമ്മൾ അത്രയെങ്കിലും അതായത് നമ്മൾ പെട്ടെന്നൊരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഇപ്പൊ നാട്ടിലാണെങ്കിൽ എത്ര പേര് രാവിലെ വീട്ടിൽ എണീറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ രാവിലെ അപ്പനും അമ്മയും മക്കളും ഒക്കെയാണ് ഗുഡ് മോർണിംഗ് അല്ലെ അങ്ങനെ പറയാറില്ലേ? അല്ലെ ഇപ്പൊ നിങ്ങൾ 4 പേരാണെങ്കിൽ പോലും ചിലപ്പോൾ പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോഴും ഔഫ് വീഡർ സെയിൻ അല്ലെ, ചൂസ്, ആ ഒരു ചെറിയ ചൂസ് നമ്മളത് പറയാറില്ല. ഔഫ് വീഡർ സെയിൻ പറയാറില്ല, അത് വേറെ ചില ആധികാരികമായിട്ട് നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ ചൂസ് എന്നല്ലേ പറയാറുള്ളൂ. അപ്പം അത് വീണ്ടും കാണാം അല്ലെ കാണണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഒരു വ്യത്യാസം അത് ആളുകളുടെ മുഖത്തും ആളുകളുടെ ആ ഒരു രീതിയിലും എല്ലാവരും ഇപ്പൊ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ കണ്ട ലോകമല്ല, നിങ്ങൾ കണ്ട ജർമ്മനി അല്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിൽ വെച്ചോണം. ഒത്തിരി മാറ്റങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, നിങ്ങൾ കാണാനുണ്ട്. അപ്പം പൊതുവിൽ ഇത്രയൊക്കെയാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ജോസിന് കിട്ടിയത്. ഇനിയിപ്പോ എന്നാണ് ഇത് തുടങ്ങുന്നത്? നാളെ തുടങ്ങും. നാളെ തുടങ്ങി തിങ്കൾ ടു വെള്ളിയാണോ അതോ വീക്കെൻഡ് കൂട്ടിയാണോ? അതറിയില്ല, ഓരോ ദിവസം ഒരു ചാർട്ട് ഉണ്ടായി. അല്ല, ഇതിനകത്ത് ഡീൻസ് പ്ലാൻ കാണും. ഇപ്പൊ നിങ്ങളിപ്പം ഓഗസ്റ്റ് 1 ഡീൻസ് പ്ലാൻ കാണും. നിങ്ങൾ FS തൊട്ട് എന്നുള്ള അതിൽ എഴുതിയിട്ടുണ്ടാകും. അതില് ചിലപ്പം സമയം 8 തൊട്ട് 14 വരെയാണോ അതോ രാവിലെ 6 മണി തൊട്ടോ 6:30 തൊട്ടോ ഏതാ ഷിഫ്റ്റ് കിട്ടിയിരിക്കുന്നു? 6:15 തൊട്ട് 2:20 വരെ. ഓക്കെ. ചില ദിവസം മാറും, ചില ദിവസം സ്ട്രേറ്റ് ഡീൻസ് അതെപ്പോഴും മാറും. നൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം സ്പേറ്റ് 1 തൊട്ട് 8:20 വരെ. അല്ലെങ്കിൽ സെഷൻ ഡീൻസ് കാണും. ചിലപ്പം രാവിലെ 8:30 വന്നിട്ട് അത് ചിലടത്ത് കാണും. ഇപ്പൊ നിങ്ങളുടെ അവിടെ കാണണമെന്നില്ല. അല്ലെ നിങ്ങൾ ഒരു 2-3 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഇടും. അതായത് പകല് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇപ്പം ചില ഇപ്പം ഓരോ വാർഡിലും അനുസരിച്ച് സിസ്റ്റേഴ്സ് കുറവാണേ, അതായത് പ്ലീഗർമാരല്ലേ, പ്ലീഗേഴ്സ് കുറവാണെങ്കിൽ, പ്ലീഗേഴ്സ് എന്ന് പറയില്ല കേട്ടോ, പ്ലീഗർമാർ കുറവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഫില്ല് ചെയ്തിടും. കാരണം ഇച്ചിരി ആളുകളുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ ഇടാറുണ്ട്. പിന്നെ മുമ്പേ ഒരാഴ്ചയായെന്ന് പറഞ്ഞു. അപ്പം നമ്മളെ യൂബർഗാവയിൽ ഇവർ പങ്കെടുപ്പിക്കുമോ? യൂബർഗാവി എന്ന് പറയുന്നത് നമ്മൾ ഡീൻസ് തുടങ്ങുന്നതിന് മുമ്പ് അവരിതിന് ചർച്ച ചെയ്യുമല്ലോ. ഇന്നലെ വൈകിട്ടത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കാര്യം. പിന്നെ നമ്മൾ പോകാൻ നേരത്ത് അടുത്ത ഷിഫ്റ്റിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലേ പോകുന്നത്.
അപ്പൊ അതിനകത്ത് നിങ്ങളെ പങ്കെടുപ്പിക്കും. ഉണ്ട്. നമുക്ക് ഇരിക്കാം, വേണമെങ്കിൽ ഇരിക്കണ്ട. പക്ഷെ എന്നോട് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു വരുമ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് അവിടെ പ്രിന്റ് എടുക്കാം. അതെടുത്ത് കയറി ഞാൻ ഇരിക്കലുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവാറില്ലായിരുന്നു. ഇല്ല, അത് ഇരിക്കണം, അത് നിങ്ങൾ ഇരിക്കണം അതിനകത്ത്. നമ്മളിരിക്കും. നമ്മൾ ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ, മൊത്തത്തിലുള്ള പേഷ്യന്റിന്റെ കാര്യങ്ങൾ, ആ വാർഡിലെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം. രണ്ടാമത് നമ്മുടെ ഭാഷ ബെസറാക്കാം. കാരണം അവര് പറയുന്നത് നമുക്കത് കേട്ടിരിക്കാമല്ലോ, നമ്മളൊന്നും മിണ്ടണമെന്നില്ല. പക്ഷെ അത് ചില വാക്കുകളൊക്കെ നമ്മൾ മെഡിസിൻസ് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ഇത് കിട്ടും. പിന്നെ അത് കേട്ട് കഴിയുമ്പോൾ അത് ഇന്നതാണല്ലോ എന്നുള്ള, അത് ഒരിക്കലും യൂബർഗാബെ വിട്ടു പോകാതിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത്. ഞാനോടൊന്നും മനസ്സിലായില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിപ്പം അരമണിക്കൂറോ 25 മിനിറ്റോ ആണെങ്കിൽ പോലും നമുക്കതൊരു വലിയ കാര്യം തന്നെയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഈ ഒരു സമയത്തില് അത് തന്നെയല്ല, നിങ്ങൾ ആദ്യത്തെ ഷുഗർ ഇയർ തുടങ്ങി കഴിയുമ്പോൾ 8 ആഴ്ച ഒരു ബ്ലോക്ക് കോൺട്രസ്റ്റ് ഉണ്ട്, 8 ആഴ്ച പ്രാക്ടിക്കും പോലെ നമ്മൾ അവിടെ അപ്രന്റീസ്ഷിപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളവിടെ പറയണം ഈ യൂബർഗാബെ സമയത്ത്. അപ്പൊ ഇത് പങ്കെടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന്. അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതും പിന്നെ എന്റെ നോട്ടും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അതിനും ഒരു അനലൈറ്റും കാണും. എന്നാലും ഞാനിപ്പോ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി മേഘയ്ക്ക് എന്താ പറയാനുള്ളത്? മേഘ വന്നിറങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ഇവര് പറഞ്ഞതെല്ലാം തന്നെ കേട്ട് മനസ്സിലാക്കി ഇപ്പൊ നമ്മള് മനസ്സുകൊണ്ട് നാളെ പോകാനിരിക്കുകയാണ്. ഏത് വാർഡിലേക്കാ പോകുന്നത്? വാർഡ് ഞങ്ങൾക്ക് നാളെ പറഞ്ഞുതരാന്നാ പറഞ്ഞത്. അത്രേ ഉള്ളൂ. അപ്പൊ നാളെ നമ്മള് നമസ്തേ എന്ന് പറഞ്ഞ് ചെല്ലുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ പറഞ്ഞോ? ഇപ്പൊ ഒരാഴ്ച പോയ കാര്യങ്ങൾ വീട്ടിൽ ചോദിച്ചോ? അമ്മ ചോദിച്ചോ എങ്ങനെയായിരുന്നു? അപ്പൊ എല്ലാരും തന്നെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ ദിവസവും പറയാറുണ്ട്. എന്നും വൈകിട്ട് ഹോംവർക്ക് ഉണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് അമ്മയും പപ്പയും ഒക്കെ എന്ത് പ്രതികരിച്ചു? അവര് ഹാപ്പിയാണ്. നമ്മുടെ ഫുഡൊക്കെ പിന്നെ നമ്മള് ഇവിടുത്തെ കേരള ഫുഡ് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മള് പുറത്തുനിന്നല്ല ഇപ്പൊ കഴിക്കുന്നത്. പിന്നെ അതൊക്കെ അമ്മയ്ക്ക് ഒരു ടെൻഷനുള്ളൂ. അല്ല, ഇപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ മിറ്റാകസനോ അല്ലെ അവൻ ബ്രോട്ടൊക്കെ നമുക്ക് അവിടെ സെർവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കിട്ടുമോ? ഫുഡുണ്ട്, ഫുഡ് ക്യാൻറ്റീൻ ഉണ്ട് നമുക്ക്. ഇവിടെ നമുക്ക് വില്ലിഗറായിട്ടുള്ള ക്യാൻറ്റീനും ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. നമ്മള് വർക്ക് ചെയ്യുന്നവരൊക്കെ സൈഡിൽ വേറെ ക്യാൻറ്റീനിൽ വന്ന് കഴിക്കും. അപ്പൊ അവിടെ കുഴപ്പമില്ല. പക്ഷെ നമ്മള് അങ്ങനെ ഇടയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ്. അവിടുന്ന് കൂപ്പൺ എടുത്താൽ മതിയായിരിക്കും അല്ലേ? കൂപ്പൺ അല്ല, നമുക്കൊരു ചിപ്പ് ഉണ്ട്. ആ ചിപ്പിലേക്ക് നമുക്ക് എമൗണ്ട് ഇട്ടാം. അപ്പൊ അതിന് ക്രെഡിറ്റ് അത് കൂപ്പൺ പോലെ തന്നെ നമുക്ക് പറയുന്ന അനുസരിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുന്ന ആ ഒരു സ്റ്റൈല്, പക്ഷെ ഇവിടെ വേറെ രീതി. അപ്പൊ എന്തായാലും ഈ ഒരു ഇതിൽ വന്നത്, FSJ വന്നത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതെ, ശരിക്കും. ഇപ്പൊ നാട്ടിലായിരുന്നെങ്കിൽ നമ്മൾ നേഴ്സിങ്ങിന് പോകണമെങ്കിൽ എത്ര ലക്ഷം മുടക്കണം, ആരുടെയൊക്കെ കാല് പിടിക്കണം, ഏതൊക്കെ തരത്തിൽ പ്രയത്നിക്കണം, അത് ഓർക്കുമ്പോൾ നമുക്കൊരു വലിയ അനുഗ്രഹമല്ലേ? ശരിക്കും. ഇത് ഇങ്ങോട്ട് ഇവിടെ അങ്കിള് ആന്റി ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അവര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർക്ക് താല്പര്യമായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച് നിർത്താനുള്ള ഒരു മനസ്സൊക്കെ കാണിച്ചു. ഡെയിലി വിളിച്ച് എങ്ങനെയുണ്ട്, സുഖമാണോ, കുഴപ്പമുണ്ടോ, എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു സപ്പോർട്ട് എപ്പോഴും, ഒരു മോറൽ സപ്പോർട്ട് എപ്പോഴും നമുക്കുണ്ട്. ഞങ്ങൾ സ്റ്റെപ്പല്ലെങ്കിലും ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ, അല്ല ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പുതിയ ഇനിയും വരുന്ന അല്ലെ ഇപ്പം വരാനിരിക്കുന്ന അവർക്ക് നിങ്ങളായിട്ടുള്ള ഒരു സന്ദേശം എങ്ങനെയാ ഇതൊന്ന് കൊടുക്കാൻ പറ്റുന്നത്? നിങ്ങൾ 4 പേരും കൂടെ നോക്കിക്കഴിയുമ്പോൾ ഞങ്ങൾ വന്നു, നമ്മൾക്ക് നമ്മുടെ ഒരു ഭാവി ഇപ്പം ഒരു ചെറിയ വലിയ തറക്കല്ലല്ല, ചെറിയൊരു കല്ലിട്ടു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയുന്നത്. പിന്നെ കുറെ പേര് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ജർമ്മനി സെലക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഹൗസ്ബൻഡ് സെലക്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നൊരു ഇതാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മെയിൻ ആയിട്ട് ഈ സർവീസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സ് തിരിച്ചു പോയവരൊക്കെ ഉണ്ട്. സോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, പെട്ടെന്ന് സെറ്റിൽ ആവുക എന്ന് വിചാരിച്ചു വരുന്നവരോട്
എനിക്ക് വലിയ യോജിപ്പില്ല. അത് മേഘ പറഞ്ഞത് 100% അംഗീകരിക്കുന്നു. അത് തന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നത്. കാരണം പിന്നെ നാട്ടിലെ ഏജൻസികളുടെ പരസ്യം എന്ന് പറയുന്നത് ഇപ്പൊ നഴ്സിങ്ങിനെ സംബന്ധിച്ച് 1.25 അല്ലെ 1.5 ലക്ഷം ചുമ്മാ നിങ്ങൾ എഴുതിയിട്ടിരിക്കുക. വലിയ ഫ്ലെയറിൽ വലിയ തടിച്ച അക്ഷരത്തിൽ 1.5 ലക്ഷം ഫസ്റ്റ് ഇയർ, പിന്നെ 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് 40 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത്. ഇത് ഭയങ്കര അക്ഷരത്തിൽ, വലിയ അക്ഷരത്തിൽ അടിച്ച് ഫ്ലെയർ ഇട്ട് ഒന്നീ ഫേസ്ബുക്കിലല്ല വാട്സപ്പിൽ ഇഷ്ടംപോലെ എൻ്റെ കസ്റ്റഡി വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പം അവിടെ ഇരിക്കുന്ന ഇപ്പം 16 അല്ലെ +2 സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഈ പിള്ളേരെ എല്ലാം മാതാപിതാക്കള് കണ്ടോ, നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നറക്ക് ഇത്രയുമാണ് കിട്ടുന്നത്, അവരെ അങ്ങ് ചാട് കയറ്റുക, നമ്മുടെ നാട്ടിൽ പറയുന്നത് ചാട് കയറ്റുക. അപ്പൊ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന അവർക്ക് ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീരാനാണ്. അപ്പം പിള്ളേരെ ഇത് പുഷ് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുവാണ്. അവർക്ക് ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ അതിനകത്ത് എത്രമാത്രം സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഇതിലേക്ക് വരാൻ പറ്റില്ല. അവരിവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യും. ഒടുവിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇത് പകുതി വഴിക്ക് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും അതിന് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പോകാതിരിക്കുന്നതാണ് നല്ല. ഇവർ ചിലപ്പം അത് കട്ട് ചെയ്തു പോകും. അതായത് നമ്മുടെ വിസ ഇവർക്ക് അവിടെ ഇരിക്കുന്ന ആളിന്റെ മൂഡ് പോലെ ഇരിക്കും. അത് നമുക്ക് പറ്റുകയില്ലാത്ത ഒരു കാര്യം നമ്മളത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് വീണ്ടും പറ്റാതെ വരുന്നു. ഇപ്പം നമ്മൾ വേറെ വഴി തേടുമ്പോൾ ഇവർ പറയും നീ തിരിച്ചു പിടിപ്പാൻ പറയും. അപ്പോൾ നമ്മൾ ഒന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയ സംഭവം ഉണ്ടോ എനിക്കറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് മേഘ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സോടുകൂടി വരിക. ഈ ഒരു മേഖലയിൽ നഴ്സിംഗ് എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല. നമ്മൾ നാട്ടിലെ ഒരു പണിയല്ല ഇത്. നാട്ടിലെ പണി ഇവിടുത്തെ പണിയായിട്ട് നഴ്സിംഗായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഓണ്ടർനമെന്റ് ചെയ്യണം, ഒരു നഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളും. അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു സിറിഞ്ച് കൊടുത്ത് അങ്ങ് നടന്നാൽ മതി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ നാട്ടിൽ ജോലി ചെയ്തിട്ടില്ല കേട്ടോ, നഴ്സിംഗ് മേഖല ഞാൻ ജോലി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പക്ഷെ പലരും അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സോടുകൂടി ഈ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കിയിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു പ്രവൃത്തി. ഇപ്പൊ നാളെ തുടങ്ങുന്ന ക്ലാസ്സിന് അല്ലെങ്കിൽ ക്ലാസ്സും ഇതിന്റെ ചെറിയ ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. പരിശീലനത്തിന് എല്ലാവിധ ആശംസകളും പ്രവാസി ഓൺലൈൻ നേരുകയാണ്. അതോടൊപ്പം ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾക്കായിട്ട് നിങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്ന് നൽകിയതിന് ഒത്തിരി നന്ദി പറയുന്നു. ഇനിയിപ്പം 6 മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാം. അതുകൊണ്ട് എല്ലാം തന്നെ ഒന്ന് ഗ്രാസ്പ് ചെയ്ത്, എല്ലാം തന്നെ ഒന്ന് കളക്ട് ചെയ്ത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഔട്ട്പാസം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടത് എന്നെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അല്ലെങ്കിൽ ചൂസ്.